ഈ കണിക്കൊന്ന ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷിയ ഫിസ്റ്റുല. ഇതെങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും? നമുക്കേ വിഷുവിന്റെ സമയത്ത് വിഷു കൈനീട്ടം കിട്ടാറുണ്ടല്ലേ. കൈനീട്ടമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? കാശല്ലേ. അപ്പൊ കണി കണ്ടാൽ കാശ് കിട്ടും എന്നാലോചിക്കാം. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷിയ ഫിസ്റ്റുല. കാശ്, കാഷിയ ഫിസ്റ്റുല നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കണിക്കൊന്നയെ പോലെ തന്നെ എല്ലാ ജീവികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ശാസ്ത്രീയ നാമങ്ങളുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ശാസ്ത്രീയ നാമം കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ ഒരേ ജീവി അല്ലെങ്കിൽ ഒരേ സസ്യം തന്നെ പല പ്രദേശങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടാറുണ്ടല്ലേ. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ പപ്പായേനെ എടുക്കാം. ഇപ്പോൾ പപ്പായ തന്നെ കപ്പങ്ങ എന്നറിയപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ കർമൂസ, കറൂത്ത, ഓമയ്ക്ക, ഇങ്ങനെ അനേകം പേരുകളിൽ ഈ പപ്പായ തന്നെ അറിയപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ പല പ്രദേശങ്ങളിലും പല പേരുകളാവുന്ന സമയത്ത് നമുക്കിത് ഏതാ സാധനം ഒന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സസ്യത്തിനും അല്ലെങ്കിൽ ജീവികൾക്കും ശാസ്ത്രീയ നാമങ്ങൾ കൊടുക്കുന്നത്. ഈ ശാസ്ത്രീയ നാമം ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ഒന്ന് തന്നെയായിരിക്കും. 2 പദങ്ങൾ ചേർന്നിട്ടാണ് ശാസ്ത്രീയ നാമം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നാമകരണം അറിയപ്പെടുന്നത് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ്. ഈ ഒരു ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കോൾ ലിനേയസ് ആണ്. ഇതൊക്കെ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഒരു ശാസ്ത്രീയ നാമത്തിൽ 2 പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൽ ആദ്യത്തെ പദം ജീനസിനെയും, ആ ഒരു ജീവി ഉൾപ്പെടുന്ന ജീനസിനെയും, രണ്ടാമത്തെ പദം അത് ഉൾപ്പെടുന്ന സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണിക്കൊന്ന കണ്ടപ്പോൾ 2 പദങ്ങൾ കണ്ടു. കാഷിയ എന്ന പദവും ഫിസ്റ്റുല എന്ന പദവും കണ്ടു. ഇതിൽ ആദ്യത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം അത് ഉൾപ്പെടുന്ന സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ്? അത് നമ്മൾ വളരെ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം. ഇനി നമുക്ക് പ്രധാനമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് ജീവികളും അതിന്റെ ശാസ്ത്രീയ നാമങ്ങളും എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് എന്നാണ്. അപ്പൊ എലിഫസ് എന്ന് പറയുമ്പോൾ തന്നെ എലിഫന്റ് എന്ന് ആലോചിക്കാൻ പറ്റും. ഇനി മാക്സിമം വലിപ്പമുള്ള ജീവിയല്ലേ ആന, അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് എന്നാണ്. ഇനി മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടു എന്ന് വിചാരിക്കുക. ഇപ്പൊ നോർമലി നമ്മളിപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെടുത്ത് സ്റ്റാറ്റസ് ഇടും, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ആലോചിക്കാം, പാവം മയിലിനെ സ്റ്റാറ്റസ് ഇട്ടു എന്ന് ആലോചിക്കാം. പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നാണ്. ഫെലിസ് ഡൊമസ്റ്റിക്ക. പൂച്ചയെ നമ്മൾ വീട്ടിൽ വളർത്തും അല്ലേ. അപ്പൊ പൂച്ച ഒരു ഡൊമസ്റ്റിക് അനിമൽ ആണ്. ഡൊമസ്റ്റിക്ക എന്ന് ആലോചിക്കുക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ പേര് ഫെലിസ് ആണെന്ന് ആലോചിച്ചോ. അപ്പൊ പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്ക. ഓക്കെ, ഫെലിസ് ഡൊമസ്റ്റിക്ക. ഇനി നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ് എന്നുള്ളതാണ് നായയുടെ ശാസ്ത്രീയ നാമം. ഇപ്പൊ ഈ നായയൊക്കെ വളർത്തുന്ന വീട്ടിലെ ആൾക്കാർ ആ ഒരു നായേനെ തന്റെ ഫാമിലി മെമ്പറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ നായേനെ കാണാറുണ്ട്. അപ്പൊ ഫാമിലി മെമ്പർ എന്ന് ആലോചിക്കാൻ പറ്റും. കാനിസ് ഫെമിലിയാരിസ്, ഇതാണ് നായയുടെ ശാസ്ത്രീയ നാമം. ഇനി ചെന്നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ലൂപ്പസ് എന്നാണ്. അപ്പൊ ഈ നായയുടെ വർഗത്തിൽപ്പെട്ട മൂപ്പനാണ് ചെന്നായ എന്ന് ആലോചിക്കാം. മൂപ്പൻ, ലൂപ്പസ് എന്ന് ആലോചിക്കാൻ പറ്റും. കാനിസ് ലൂപ്പസ് എന്നുള്ളതാണ് ചെന്നായയുടെ ശാസ്ത്രീയ നാമം. സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പാന്തറ ലിയോ എന്നാണ്. ഇപ്പൊ ലയൺ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ലിയോ എന്ന് കിട്ടും. ഇനി ടൈഗർ അല്ലെങ്കിൽ കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് എന്നാണ്. അപ്പൊ ടൈഗ്രിസ്, ടൈഗർ എന്ന് ആലോചിക്കുമ്പോൾ ടൈഗ്രിസ് കിട്ടുന്നുണ്ടല്ലോ. പാന്തറ ലിയോയും പാന്തറ ടൈഗ്രിസും. ഓക്കെ, ഇനി കോക്കനട്ട് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ കോക്കനട്ട് എന്ന് ആലോചിച്ചോളൂ. കോക്കസ് ന്യൂസിഫെറ. തേങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കസ് ന്യൂസിഫെറ. ഇനി തുളസിയുടെ ശാസ്ത്രീയ നാമം ഓസിമം സാങ്ക്ടം എന്നാണ്. നമുക്കൊരു ചെറിയ ജലദോഷപ്പനി വന്നെന്ന് വിചാരിക്കാം. തുളസിയും കുരുമുളകും ഒക്കെ ഇട്ട് ഒരു കാപ്പി കുടിച്ചാൽ നല്ല സുഖം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത വീട്ടിൽ തുളസിയുണ്ട്. ആ തുളസി നമ്മൾ ആരടുത്തും ചോദിക്കാതെ ഓസിന് പോയി പറിച്ചു എന്ന് ആലോചിക്കുക. ഓസിന് പോയി പറിച്ച തുളസി. തുളസിയുടെ ശാസ്ത്രീയ നാമം ഓസിമം സാങ്ക്ടം എന്നാണ്. ഓക്കെ, ഇനി കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം. കുരുമുളകിന്റെ ഇംഗ്ലീഷ് വാക്ക് പെപ്പർ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ എന്നാണ്. നെല്ല്, ഒറൈസ എന്ന് പറയുന്നത് തന്നെ റൈസ് എന്നില്ലേ. അപ്പൊ നെല്ല്, റൈസ് എന്ന് ആലോചിക്കാമല്ലോ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഇനി ചക്കയുടെ ശാസ്ത്രീയ നാമം അർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നാണ്. ഹെട്രോ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് അല്ലെങ്കിൽ വ്യത്യസ്തം എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ചക്ക കൊണ്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കാം. അർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. അപ്പോൾ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച്
ജീവികളുടെ ശാസ്ത്രീയ നാമവും ദ്വിനാമ പദ്ധതിയും ഒക്കെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.